ആനീസ് കിച്ചന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും വിഷു ആശംസകൾ. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പായസം ഒരു വ്യത്യാസമുള്ള പായസമാണ്. ആദ്യമായിട്ട് നമുക്കൊരു ഇച്ചിരി വെള്ളം അടുപ്പേ വെച്ച് തിളയ്ക്കാൻ വെച്ച് ബാക്കി വർത്താനം പറയാവേ. അപ്പൊ പാൽ കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ കൊഴുക്കട്ടയ്ക്ക് നമ്മൾ കുഴച്ചേ ഒക്കത്തുള്ളൂ. ഇതിപ്പോ ഇടിയപ്പ പൊടിയാണ്. അതിനകത്തോട്ട് ഇച്ചിരി നെയ്യ്, ഇതിനാവശ്യമുള്ള ഉപ്പ്, ഇതൊന്ന് നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അതിനകത്തോട്ട് നമ്മൾ ഒരു ഇച്ചിരി തുറു വെച്ചേച്ചാ ചെയ്യുന്നത്. ഈ ഉള്ള വെള്ളം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി നെയ്യ് ഒഴിച്ച് ഇതിനകത്ത് വെക്കേണ്ട തുറുവില്ലേ ഉണ്ടാക്കണം. ഒരു ഇച്ചിരി തേങ്ങ, ശർക്കര, കുറച്ച് മധുരം കണക്കാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പൗഡർ ആക്കിയിട്ടാ. ഇനി ഇതിനകത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫ്ലേവറിങ് ഏജന്റ് എന്നാന്നറിയോ, ഞാൻ ഏലക്ക മാത്രമേ എടുത്തുള്ളൂ. ഞാൻ ഇതൊന്ന് കുഴച്ചേച്ച് ഒരു ഉരുള ഉരുട്ടി കാണിക്കാം. ഇനി ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ആസ് യൂഷ്വൽ നമ്മുടെ പാൽപ്പായസാണ്. ആദ്യം നെയ്യ് ഒഴിക്കും. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നെയ്യിലിട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കുക. അതിങ്ങനെ എടുക്കുക. പാൽ ആദ്യം ഒഴിക്കുക. നമ്മൾ ഈ ഉണ്ട ഉരുട്ടി വെച്ചേക്കുവല്ലേ, അന്നേരം ഒരു 2-3 ഇടാൻ പോവാ. ഇനി എന്നാന്ന് വെച്ചാൽ ഈ കൊഴുക്കട്ട ഇതിനകത്ത് കിടന്ന ഒരു ശകലം നല്ലതായിട്ടൊന്ന് വെന്ത് വരുമ്പത്തേന് ഞാൻ പാൽപ്പൊടി കലക്കാം. നമ്മൾ ഇച്ചിരി കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കുക. ഏലക്കായാണ് വെക്കട്ടെ മോളെ. പക്ഷെ ഇതിന്റെ കൂടെ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു സാധനം ബോളി നോക്കട്ടെ. അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്.